ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 5th സ്റ്റാൻഡേർഡിലെ 2023-24 അധ്യയന വർഷത്തെ സാമൂഹ്യശാസ്ത്രം ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് ഇന്ന് നടന്ന നിങ്ങളുടെ സോഷ്യൽ സയൻസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. നാം ഇടപെടുന്ന എല്ലാ മേഖലകളിലും ജനാധിപത്യം ഒരു ജീവിത രീതിയാക്കി പ്രവർത്തിക്കണം. താഴെ പറയുന്നവയിൽ ജനാധിപത്യ ജീവിത രീതിക്ക് അനുയോജ്യമായ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ഉച്ചഭക്ഷണത്തിനുള്ള വരിയിൽ ഇടിച്ചു കയറുന്നു. വിദ്യാരംഗം കൺവീനർ മുഴുവൻ വിദ്യാർത്ഥികളുടെയും അനുവാദത്തോടെ വിദ്യാരംഗം സാഹിത്യവേദിയുടെ പ്രവർത്തനങ്ങൾ മാറ്റിവെക്കുന്നു. ക്ലാസ് ലീഡർ ആരാകണമെന്ന് ക്ലാസ് ടീച്ചർ തീരുമാനിക്കുന്നു. ഗ്രാമസഭ വിളിച്ചു ചേർത്ത് വാർഡിൽ നടപ്പിലാക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നു. ഒരു ജനാധിപത്യവാദിയാകാൻ നിങ്ങൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്, ഒരു ജനാധിപത്യവാദിയാകാൻ നിങ്ങൾ എങ്ങനെയെല്ലാം പ്രവർത്തിക്കും എന്നാണ്. 3 പ്രവർത്തനങ്ങൾ എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തൊക്കെയാണ്? യെസ്, നമുക്ക് മനസ്സിലായി. താഴെ പറയുന്നവയിൽ ജനാധിപത്യ ജീവിതയ്ക്ക് അനുയോജ്യമായത് എന്ന് പറയുന്നത് രണ്ടാമത്തത്, അതായത് വിദ്യാരംഗം കൺവീനർ മുഴുവൻ വിദ്യാർത്ഥികളുടെയും അനുവാദത്തോടെ വിദ്യാരംഗം സാഹിത്യവേദിയുടെ പ്രവർത്തനങ്ങൾ മാറ്റിവെക്കുന്നു. അതുപോലെ തന്നെ ഗ്രാമസഭ വിളിച്ചു ചേർത്ത് വാർഡിൽ നടപ്പിലാക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നു. ദെൻ ബി ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ജനാധിപത്യവാദിയാകാൻ നിങ്ങൾ എങ്ങനെയെല്ലാം പ്രവർത്തിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയെല്ലാമാണ് പ്രവർത്തിക്കുക? അത് റോഡ് നിയമങ്ങൾ പാലിക്കും. അതുപോലെ തന്നെ മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിക്കുകയില്ല. ദെൻ വരിയായി നിന്നുകൊണ്ട് മാത്രമേ സ്കൂൾ ബസ്സിൽ കയറൂ. അപ്പോൾ ഇതിലേതെങ്കിലും കൂട്ടുകാർക്ക് ഈ 3 പോയിന്റ്സ് എഴുതാവുന്നതാണ്. ഓക്കെ, എന്തൊക്കെയാണ്? റോഡ് നിയമങ്ങൾ പാലിക്കും, മാലിന്യം പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിക്കുകയില്ല, വരിയായി നിന്നുകൊണ്ട് മാത്രമേ സ്കൂൾ ബസ്സിൽ കയറൂ. ഓക്കെ, അത് നെക്സ്റ്റ് നോക്കാം. പ്രവർത്തനം 2, കുടുംബങ്ങളുടെ വരുമാന സ്രോതസ്സുകൾ വ്യത്യസ്തമാണ്. കുട്ടികൾ ക്ലാസ്സിൽ സ്വയം പരിചയപ്പെടുത്തുകയാണ്. ഓരോരുത്തരും അവരവരുടെ രക്ഷിതാക്കളുടെ ജോലി കൂടി പറയുകയുണ്ടായി. രാജു പറഞ്ഞത് എന്താണ്? എൻ്റെ പിതാവ് ദേശീയപാത നിർമ്മാണ ജോലിയിലാണ്. രജനി, എൻ്റെ മാതാവ് വീടിനടുത്ത് തന്നെ ഒരു പച്ചക്കറി കട നടത്തുന്നു. റജില, എൻ്റെ മാതാവ് ഞങ്ങളുടെ പഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയാണ്. റഫീഖ്, എൻ്റെ പിതാവ് ഗൾഫിലാണ്. കിട്ടുന്ന പണം ബാങ്കിൽ നിക്ഷേപിക്കും. വീട്ടു ചെലവിന് ആവശ്യമുള്ള പണം ഞങ്ങൾ ബാങ്കിൽ നിന്നും എടുക്കും. ഇവർ ഓരോരുത്തരുടെയും രക്ഷിതാക്കളുടെ വരുമാന സ്രോതസ്സും വരുമാനവും ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? രാജു, വരുമാന സ്രോതസ് ദേശീയപാത നിർമ്മാണ ജോലി. വരുമാനം എന്താണ്? അതെ, കൂലിയാണ്. ദെൻ നോക്കൂ, രണ്ടാമത്തേത് വരുമാനം ലാഭമാണ്. രജനിയുടെ വരുമാന സ്രോതസ് എന്ന് പറയുന്നത് എന്താണ്? പച്ചക്കറി കട നടത്തൽ. അപ്പോൾ അതെന്തായിരിക്കും? അതെ, എന്താണ്? കച്ചവടമാണല്ലേ. ഓക്കെ, ഇത് നെക്സ്റ്റ് റജിലയാണ്. റജില എന്താ പറഞ്ഞത്? എൻ്റെ മാതാവ് ഞങ്ങളുടെ പഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വരുമാന സ്രോതസ് എന്ന് നമുക്ക് എഴുതാം? അതെ, സർക്കാർ ജോലി, വരുമാനം ശമ്പളം. ദെൻ റഫീഖ് ബാങ്ക് നിക്ഷേപമാണ്. അപ്പോൾ വരുമാനം എന്തായിരിക്കും? അതെ, ആ ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന പലിശയാണല്ലേ. ആൻസർ എന്താണ്? പലിശ. ഓക്കെ, ദെൻ പ്രവർത്തനം 3, സുഹറയുടെ 3 കൂട്ടുകാരുടെ നാടിൻ്റെ പ്രത്യേകതകൾ വായിക്കൂ. ഷാഹിന, വരയാട്, സിംഹവാലൻ, കുരങ്ങ് എന്നീ ജീവികളെ എപ്പോഴും എനിക്ക് കാണാം. വീട്ടുപറമ്പിൽ ഈട്ടി, ചന്ദനം എന്നീ മരങ്ങളും ഉണ്ട്. അന്നു, ചെറിയ കുന്നുകളും താഴ്വരകളും ഉള്ള പ്രദേശത്താണ് ഞാൻ താമസിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരത്തിലുള്ള പ്രദേശമാണിത്. ഇനി ഷാജി എന്താ പറഞ്ഞത്? മണൽ നിറഞ്ഞ ഭൂപ്രദേശത്താണ് എൻ്റെ വീട്. ഏകദേശം 7.5 മീറ്റർ ഉയരമുള്ള പ്രദേശം. ക്വസ്റ്റ്യൻ എന്താണ്? ഇവർ ഓരോരുത്തരും താമസിക്കുന്നത് ഏത് ഭൂപ്രകൃതി വിഭാഗത്തിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഷാഹിന നമുക്ക് മനസ്സിലായി, മലനാടാണ്. അനു ഇടനാട്. ഷാജിയോ? യെസ്, തീരപ്രദേശമല്ലേ. ഷാഹിന മലനാട്, അനു ഇടനാട്, ഷാജി തീരപ്രദേശം. നെക്സ്റ്റ് എന്താ ചോദിച്ചിട്ടുള്ളത്? കേരളത്തിലെ തുലാവർഷത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കുറിപ്പിൽ നമുക്ക് എന്തൊക്കെ പോയിന്റ്സ് എഴുതാം? അതെ, വൈകുന്നേരങ്ങളിൽ ഇടിയോടുകൂടി മഴയാണല്ലേ തുലാവർഷം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വടക്കു കിഴക്കൻ മൺസൂൺ എന്നും തുലാവർഷത്തെ അറിയപ്പെടുന്നു. ദെൻ പ്രവർത്തനം 4 നോക്കാം. പ്രവർത്തനം 4 എന്താണ്? ഒരു ഭൂപ്രദേശത്തിൽ വ്യത്യസ്തമായ ഭൂരൂപങ്ങൾ കാണപ്പെടാറുണ്ട്. ഇന്ത്യയുടെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന വർക്ക്ഷീറ്റ് പൂർത്തിയാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. സമതലങ്ങൾ, പീഠഭൂമികൾ, ദ്വീപുകൾ, മരുഭൂമികൾ എന്നിവ കൂടാതെ ഇന്ത്യയിൽ കാണപ്പെടുന്ന മറ്റൊരു ഭൂരൂപം അതേതാണ്? അതെ, പർവ്വതങ്ങളാണല്ലേ. ദെൻ മഴക്കുറവ്, ജനവാസവും കൃഷിയും കുറവ്, വീശിയെടുക്കുന്ന കാറ്റും കൊടും ചൂടും തുടങ്ങിയ സവിശേഷതകൾ ഉള്ള ഭൂരൂപം അതേതാണ്? അതെ, മരുഭൂമികളാണ്.
ദെൻ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഭാഗമായ ദ്വീപ് യെസ് ലക്ഷദ്വീപാണ്. ദെൻ ഡെക്കാൻ, ഛോട്ടാ നാഗ്പൂർ, മാൾവ എന്നിവ ഏത് ഭൂരൂപമാണ്? അതെ, പീഠഭൂമികളാണ്. ദെൻ ഈ സമതലത്തെ ഇന്ത്യയുടെ ഭക്ഷ്യക്കലവറ എന്ന് വിശേഷിപ്പിക്കുന്നു. ഏതാണത്? അതെ, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലങ്ങളാണ്. ആൻസർ എന്താണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലങ്ങൾ. ഓക്കെ, ദെൻ 5ാമത്തെ ചോദ്യം നോക്കാം. തിരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന സവിശേഷതകളിലൊന്നാണ് എന്താ കൊടുത്തിട്ടുള്ളത്? തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ കൊളാഷുകൾ വായിച്ച് തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഘട്ടങ്ങൾ ക്രമപ്പെടുത്തി എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ കൂട്ടുകാരെ? ഓക്കെ, തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കലാണ് ആദ്യം. പിന്നെന്താണ്? അതെ, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ, നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന, വോട്ടെടുപ്പ്, വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. ഫസ്റ്റ് എന്താണ്? തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ, നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന, വോട്ടെടുപ്പ്, വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. എല്ലാ വോട്ടർമാർക്കും പങ്കെടുക്കാൻ അവസരമുള്ള ഘട്ടം ഇവയിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? അതെ, വോട്ടെടുപ്പാണ് അല്ലേ. എല്ലാ വോട്ടർമാർക്കും പങ്കെടുക്കാൻ അവസരമുള്ള ഘട്ടം ഇവയിൽ ഏതാണ്? അതെ, വോട്ടെടുപ്പാണ്. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കലാണ് ഫസ്റ്റ്. ദെൻ എന്താണ്? നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ, ദെൻ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന, അതിനുശേഷം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കലുണ്ട്, അതിനുശേഷമാണ് വോട്ടെടുപ്പും വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. ഓക്കെ, ദെൻ പ്രവർത്തനം 6 നോക്കാം. സ്വയം കറങ്ങുന്നതോടൊപ്പം സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. ഗ്രഹങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിയൽ കാർഡുകൾ പൂർത്തിയാക്കുക. ശനി, ചുറ്റും വലയങ്ങളുണ്ട്, 30-ലധികം ഉപഗ്രഹങ്ങളുണ്ട്. വ്യാഴത്തെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ എഴുതാം? ഏറ്റവും വലിയ ഗ്രഹമാണല്ലേ. അതുപോലെ തന്നെ 60-ലധികം ഉപഗ്രഹങ്ങളുണ്ട്. സൂര്യനെ വലം വയ്ക്കാൻ 12 വർഷം എടുക്കും അല്ലേ. ഏറ്റവും വലിയ ഗ്രഹം, 60-ലധികം ഉപഗ്രഹങ്ങൾ, സൂര്യനെ വലം വയ്ക്കാൻ 12 വർഷം. ഇതിലേതെങ്കിലും 2 പോയിന്റ്സ് കൂട്ടുകാർ എഴുതിയാൽ മതി. ഓക്കെ, എന്നാൽ നെക്സ്റ്റ് നമുക്ക് ഏത് എഴുതാം? ബുധൻ എഴുതാം. ഓക്കെ, ഉപഗ്രഹങ്ങളില്ല, ഏറ്റവും ചെറിയ ഗ്രഹം. അല്ലെങ്കിൽ ശുക്രൻ എഴുതാം, ഏറ്റവും തിളക്കമുള്ള ഗ്രഹം, ഏറ്റവും ചൂടുള്ള ഗ്രഹം. ഉപഗ്രഹങ്ങളില്ല. അല്ലെങ്കിൽ ഭൂമി എഴുതിയ കൂട്ടുകാരും ഉണ്ടാവുമല്ലേ. ഓക്കെ, നോക്കാം. ബഹിരാകാശത്ത് നോക്കുമ്പോൾ നീല നിറം. ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹം, ഒരു ഉപഗ്രഹം, ചന്ദ്രൻ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 2 കൂട്ടുകാർ എഴുതിയാൽ മതി. ഓക്കെ, എന്നാൽ നെക്സ്റ്റ് നോക്കാം. സൂര്യനെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിച്ച ബഹിരാകാശ പേടകത്തിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദിത്യ L1 ആണല്ലേ. ആദിത്യ L1 ആണ്. അതുപോലെ തന്നെ കൂട്ടുകാർ ഗ്രഹങ്ങൾ എഴുതുമ്പോൾ ഒരുപാട് ഗ്രഹങ്ങളുണ്ട്. അപ്പോൾ എന്താ, ചൊവ്വയോ യുറാനസോ നെപ്റ്റ്യൂൺ, അങ്ങനെ ഏതെങ്കിലും 2 ഗ്രഹങ്ങളെക്കുറിച്ച് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ സൂര്യനെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിച്ച ബഹിരാകാശ പേടകത്തിൻ്റെ പേരെന്താണ്? ആദിത്യ L1 ആണ്. ഓക്കെ, ദെൻ പ്രവർത്തനം 7 നോക്കാം. കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തെ അടിസ്ഥാനമാക്കി ക്ലാസ്സിൽ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പ്രശ്നോത്തരി സംഘടിപ്പിക്കുകയാണ്. നിങ്ങളുടെ എതിർ ടീമിനോട് ചോദിക്കേണ്ട 5 ചോദ്യങ്ങൾ തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തൊക്കെ ചോദിക്കാം? കേരളത്തിൻ്റെ സ്ഥാനം ചോദിക്കാം, അതുപോലെ തന്നെ അതിരുകൾ, ജില്ലകളൊക്കെ ചോദിക്കാവുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രവർത്തനം 8 എന്താണ്? സമുദ്രങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളാണ് വൻകരകൾ. വൻകരകളെക്കുറിച്ചുള്ള സൂചനകളാണ് താഴെ തന്നിട്ടുള്ളത്. അവ വായിച്ച് വൻകരകളെ തിരിച്ചറിഞ്ഞ് പേരെഴുതുക. നമ്മുടെ രാജ്യമായി ഇന്ത്യ ഉൾപ്പെടുന്ന വൻകര, ഏറ്റവും വലിയ വൻകര ഏതാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഏഷ്യയാണല്ലേ. ദെൻ കൂടുതൽ പ്രദേശങ്ങളും മരുഭൂമിയാണ്. നൈൽ നദി ഈ വൻകരയിലാണ്. ഏതാണത്? അതെ, ആഫ്രിക്കയാണ്. ദെൻ 3 പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. ആമസോൺ നദി വൻകരയിലാണ്. ഏത് വൻകരയാണ്? അതെ, തെക്കേ അമേരിക്കയാണ്. 4 ലോകത്തിലെ ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശം ഈ വൻകരയിലാണ്. വെളുത്ത ഭൂഖണ്ഡം എന്ന് അറിയപ്പെടുന്നു. ഏതാണ് കൂട്ടുകാരെ? അതെ, അന്റാർട്ടിക്കയാണ്. ദെൻ ഏറ്റവും ചെറിയ വൻകര ദ്വീപ് എന്ന വിശേഷണവും ഉണ്ട്. ഏതാണ് ആ വൻകര? അതെ, ഓസ്ട്രേലിയയാണ് അല്ലേ. അപ്പോൾ 1 ഏഷ്യ, 2 ആഫ്രിക്ക, 3 തെക്കേ അമേരിക്ക, 4 അന്റാർട്ടിക്ക, 5 ഓസ്ട്രേലിയ. ഓക്കെ കൂട്ടുകാരെ, അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.